ഒരു രാജാവായിട്ടാണ് ശ്രീ ജയറാം അതിൽ വരുന്നത്. ഗംഭീര പ്രകടനമാണെന്നാണ് കണ്ടവരൊക്കെ, ഞങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് പോയവരൊക്കെ പറയുന്നത്. ഗംഭീരമായിരുന്നു എന്നാണ്. എങ്ങനെയായിരുന്നു ഈ കാന്താരയിലെ ഒരു അഭിനയത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ സിനിമ കണ്ട ശേഷം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചൊന്ന് വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ തേടി അദ്ദേഹത്തിന്റെ കോള് വരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങോട്ട് എന്റെ അടുത്ത് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ കർണാടക കേരള ബോർഡറിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാലം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്, നമ്മുടെ കാസർഗോഡ് തൊട്ടങ്ങോട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാ മലയാള സിനിമകളും പുള്ളി കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ വിളിച്ചപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ അടുത്ത കാന്താര 2 ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്യാനായിട്ട് വരണം എന്ന് പറയുകയും അദ്ദേഹം കഥ പറയുകയൊക്കെ ചെയ്തപ്പോ സത്യത്തിൽ ഭയങ്കര ഒരു ത്രില്ലായി പോയി. കാരണം അത്ര മനോഹരമായ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു യാത്ര ഞാൻ പറയുന്നില്ല, അത് സിനിമ കാണുന്നവർക്കാണ് അതൊരു സസ്പെൻസ് ആണ് അവസാനം ഈ കഥാപാത്രം എങ്ങനെ മാറുന്നു എന്നുള്ളത്.